അതും ഓർത്തതിമോദമോടെ തന്റെ കണ്ണുകൊണ്ടെന്നെ നടത്തിടാമെന്നതും ഓർത്തതിമോദമോടെ പാടും ഞാനേശുവിനെ ജീവൻ പോളം നന്ദിയോടെ ജീവൻ പോവോളം നന്ദിയോടെ കഥനീവാദി മോദമോടെ മേഘവാഹനത്തിൽ കയറി തന്റെ കാവയോടുന്നസി ചാരന്റെ പാടെ നെല്ലുന്നതോത്തുകൊണ്ട് തന്റെ കാവയോടുന്നസി ചാരന്റെ പാടേലും നെല്ലുന്നതോത്തുകൊണ്ട് ജീവൻ പോവോളം നന്ദിയോടെ ജീവൻ പോവോളം നന്ദിയോടെ. സൗഹൃദങ്ങളെ നാം പാടിയതുപോലെ കർത്താവിനെ പാടി സ്തുതിക്കുവാനും സുഖകാലത്തിലും ദുഃഖകാലത്തിലും സന്തോഷവേളകളിലും സന്താപവേളകളിലും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഇന്ന് നമ്മോട് ദൈവനിത്യം സംസാരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ബിജു ബ്രദർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ബിജു ബ്രദറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പല പ്രാവശ്യം നമ്മുടെ കൂട്ടായ്മയിൽ വരികയും ദൈവത്തിന്റെ സന്ദേശങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുകയും അതുമാത്രമല്ല ഓൺലൈൻ മീറ്റിംഗിലൂടെ കർത്താവിന്റെ വചനം ഷെയർ ചെയ്ത് കൂട്ടായ്മയ്ക്ക് ഒരു ബ്ലെസ്സിംഗ് ആയി തീരുന്ന സഹോദരനാണ്. ദൈവകൃപയിൽ വീണ്ടും ഇന്ന് നമ്മോട് ജോയിൻ ചെയ്യും. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവനെ ശുശ്രൂഷിക്കുവാനായിട്ട് ജീവിതം. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പല സ്ഥലങ്ങളിൽ ദൈവത്തെ സേവിക്കുവാൻ വലിയവനായ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചു. ദൈവത്തിന്റെ കൃപയാൽ നമ്മളെ നടത്തുന്നു. ദൈവത്തിന്റെ നാമം ഇന്ന് എന്നേക്കും മഹത്വപ്പെടട്ടെ. ഇന്ന് രാവിലെ ചിന്തിക്കുവാനായി ഒരു വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ആരെങ്കിലും ഒന്ന് വായിക്കാമോ? ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി നാം തടാകത്തിൽ അക്കരെ പോവുക എന്ന് അവരോട് പറഞ്ഞു. അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി. അടുക്കൽ ചെന്ന് നാഥ നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു. അവയെ അമർന്നു, ശാന്തതയുണ്ടായി. പിന്നെ അവരോട് നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന് പറഞ്ഞു. അവരോ ഭയപ്പെട്ടു, ഇവൻ ആര്? അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവൻ അനുസരിക്കുകയും ചെയ്യുന്നുവെന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. ഈ വേദഭാഗത്തിൽ നിന്ന് ചില ദൈവിക ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഒരു പടകിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു കാറ്റടിച്ചിട്ട് വഞ്ചി മുങ്ങാറാകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ആർക്കും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല. നമ്മളെയൊക്കെ ഭയപ്പെടുത്തുന്നതും നിരാശപ്പെടുത്തുന്നതുമായ അവസ്ഥയാണ്. നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്. ഈ യാത്രയിൽ പ്രപഞ്ചത്തെ മുഴുവൻ ഉണ്ടാക്കിയ ദൈവത്തെ അറിയുവാനുള്ള വലിയ ഭാഗ്യം ദൈവം നമുക്ക് നൽകി. ഈ ദൈവം നമ്മുടെ ജീവിതത്തിന്റെ പരിപാലകൻ, സംരക്ഷകനാണ്. അങ്ങനെ ഈ വലിയവനായ ദൈവത്തെ സേവിക്കുമ്പോൾ നമുക്ക് ചില പ്രതീക്ഷകളുണ്ട്. ദൈവം ആഗ്രഹിക്കാത്തതും ദൈവം ആഗ്രഹിക്കുന്നതുമായ പല പ്രതീക്ഷകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിൽ ഒരു പ്രതീക്ഷ
നമ്മുടെ പടകിൽ യാതൊരു വിധമായ തിരകളും അടിച്ച് യാത്രയ്ക്ക് പ്രയാസമുണ്ടാകരുത്, കാറ്റടിക്കരുത്, തിര ഉയരരുത്. എന്നാൽ ഇവിടെ നാം നോക്കുന്നത് യേശുവാണ് ഈ യാത്രയ്ക്ക് വേണ്ടി അവരെ ക്ഷണിച്ചത്. അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു, നമുക്ക് തടാകത്തിന്റെ അക്കരയ്ക്ക് പോകാം. അങ്ങനെ കർത്താവ് ക്ഷണിച്ചുള്ള, കർത്താവ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളൊരു യാത്രയാണ്. ആ യാത്രയിൽ കർത്താവ് ഈ പടകിലുണ്ട്. പക്ഷേ തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റടിച്ചിട്ട് വലിയ തിരകളുണ്ടായി. ദൈവം ആഗ്രഹിക്കാത്ത, ദൈവം ചിന്തിക്കാത്ത ചില ചിന്തകൾ നമ്മുടെ ജഡത്തിൽ ഉരുവായി രൂപാന്തരപ്പെട്ടിട്ട് നമ്മുടെ മനസ്സിൽ അത് ദൃഢമാകും. നമുക്ക് പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ദൈവവചന പഠനമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെയും പലപ്പോഴും നമ്മുടെ ജീവിതത്തെ ആഴത്തിൽ പിടിച്ചിരിക്കുന്നത് ഈ വേദപുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളോ പാട്ടോ പ്രാർത്ഥനയോ ആകണമെന്നില്ല. പലപ്പോഴും നമ്മെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ ആഴത്തിലുള്ള ബോധ്യം എന്ന് പറയുന്നത് നമ്മുടെ ജഡത്തിൽ നിന്നുണ്ടായ ചില ചിന്തകൾ, കാലങ്ങൾ കൊണ്ട് രൂപപ്പെട്ട ചിന്തകൾ, ഒരുപക്ഷെ മറ്റുള്ളവർ പറഞ്ഞു തന്ന ചിന്തകളായിരിക്കാം. അത് ദൈവികമാകണമെന്നില്ല എങ്കിൽ പോലും അത് നമ്മെ വളരെയധികം കൺട്രോൾ ചെയ്യും. ഞാനൊരു ഉദാഹരണം പറയാം. ഞാനൊക്കെ ജനിച്ചു വളർന്ന വീട്ടിൽ ഒരു പൂച്ച വട്ടം ചാടി കഴിഞ്ഞാൽ അപകടമുണ്ടാകും എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ചില ചിന്തകൾ ഒന്നും ഇല്ലാത്തൊരു വീട്ടിലാണ് ഞാൻ വളർന്നത്. പക്ഷേ നമ്മളൊക്കെ ചെറിയ പ്രായത്തിലെ മറ്റുള്ളവർ പറഞ്ഞു കേട്ടുള്ള കാര്യമാണ് പൂച്ച വട്ടം ചാടുന്ന കാര്യമോ, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ പെട്ടെന്ന് പല്ലി ചലച്ചാൽ അത് സംഭവിക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നമ്മുടെ ഉള്ളിലില്ല എന്ന് പറയുമ്പോൾ പോലും നമ്മൾ പോകുന്ന വഴിയിൽ ഒരു പൂച്ച വട്ടം ചാടുമ്പോൾ നമ്മളത് വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും പെട്ടെന്ന് ആ ചിന്തകൾ കിടക്കുന്നതുകൊണ്ട് ഒരു ഉള്ളിലൊരു ആന്തലം ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകാം. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊക്കെ അതോ ഒരു തരി പോലും ഇല്ലാത്തൊരു വീട്ടിലാണ് വളർന്നു വന്നത്. എങ്കിൽ പോലും ഒരു പൂച്ച വട്ടം ചാടുമ്പോൾ പെട്ടെന്നൊരു ചിന്ത ഉണ്ടാകും. എന്നാൽ ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വളരെയധികം നമ്മെ കൺട്രോൾ ചെയ്യുന്ന ചില ചിന്തകളുണ്ടാകും. അതിലൊരു ചിന്ത, ദൈവത്തിന്റെ മക്കൾ പോകുന്ന വഞ്ചിയിൽ കാറ്റടിക്കില്ല, ദൈവമക്കൾ പോകുന്ന യാത്രയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ കഷ്ടമുണ്ട് എന്നൊക്കെ നമ്മൾ പറയുകയും പ്രസംഗിക്കുകയും പ്രസംഗം കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ പോലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ രഹസ്യമായി വെച്ചിരിക്കുന്ന ഒരു ബോധ്യമുണ്ട്, അല്ലെങ്കിൽ ചിന്തയുണ്ട്, നമുക്ക് പ്രശ്നമുണ്ടാകത്തില്ല. ഈ ജീവിതയാത്രയിൽ കർത്താവ് നമ്മെ പിടിച്ചതുകൊണ്ട് ക്യാൻസർ ഉണ്ടാകത്തില്ല. ഇനി ക്യാൻസർ ഉണ്ടായാലും നമ്മൾ മരിക്കത്തില്ല, നമ്മുടെ വണ്ടി ഇടിക്കത്തില്ല. ഇനി നമ്മുടെ വണ്ടി ഇടിച്ചാലും നമ്മൾ മരിക്കത്തില്ല. എന്നാൽ വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. നമ്മുടെ ജീവിതയാത്രയിൽ ഒരു ഹിന്ദുവിനോ മുസ്ലിമിനോ സംഭവിക്കുന്നതൊക്കെ തന്നെ നമുക്ക് സംഭവിക്കാം. തിരുവനന്തപുരത്തെ RCCയിൽ വരുന്ന എല്ലാവരും മുസ്ലിമുകളും ഹിന്ദുക്കളും നാമധേയ ക്രൈസ്തവരും ഒന്നുമല്ല. അനേക വിശ്വാസികൾ, നല്ല വിശ്വാസികളും അവിടെ വരുന്നുണ്ട്, പലരും മരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു ബോധ്യം ഉള്ളത് കൊണ്ടാണ് ഒരിക്കൽ വഴിയിൽ വെച്ച് ഒരു കുരുടനെ കണ്ടപ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ ചോദിക്കുന്നു, ഇവൻ കുരുടനായി ജനിക്കാനുള്ള കാരണം ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തത് കൊണ്ടാണോ? അപ്പൊ പാപം ചെയ്തവർ കുരുടനായി ജനിക്കും, പാപം ചെയ്തവരുടെ വണ്ടി ഇടിക്കും, പാപം ചെയ്ത് നമ്മുടെ ഭാഷ ജാതികളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ആ പ്രശ്നങ്ങളില്ല. നമ്മൾ പലപ്പോഴും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളല്ല, മറിച്ച് ആ പ്രശ്നങ്ങളെ കുറിച്ചുള്ള നമ്മുടെ ചിന്തകളാണ് പ്രശ്നങ്ങൾ. നമ്മൾ ഒരു പ്രശ്നത്തിൽ പെടുമ്പോൾ, ഒരു രോഗം നമുക്കുണ്ടാകുമ്പോൾ, ഒരു അപകടം ഉണ്ടാകുമ്പോൾ, ആ അപകടമോ രോഗമോ ഒരു പ്രശ്നമാണ്. എന്നാൽ അതിനേക്കാൾ ഉപരി അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള നമ്മുടെ ബോധ്യങ്ങളാണ്. വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ഒരിക്കൽ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. മത്തായി സുവിശേഷം 26-ാം അധ്യായം 54-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 26-ന്റെ 54.
എന്നാൽ ഇങ്ങനെ സംഭവിക്കണം എന്നുള്ള തിരുവെഴുത്തുകൾക്ക് എങ്ങനെ നിവൃത്തി വരുമെന്ന് പറഞ്ഞു. ഇങ്ങനെ സംഭവിക്കണം, അതായത് യേശുവിന്റെ ജീവിതത്തിൽ ഇന്നിന്ന കാര്യങ്ങൾ സംഭവിക്കണം. അങ്ങനെ സംഭവിക്കണം എന്ന് ദൈവം നേരത്തെ തന്നെ മനസ്സിലാക്കിയത് സംഭവിച്ചേ പറ്റൂ. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ദൈവത്തിന്റെ തിരുവെഴുത്ത് എങ്ങനെയാണ് നിവൃത്തിയാകുന്നത്? എന്നാൽ അങ്ങനെ സംഭവിപ്പിക്കാതിരിക്കാൻ, അല്ലെ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണമെങ്കിൽ യേശുവിനെ പ്രാർത്ഥിക്കാൻ കഴിയുമായിരുന്നു. അതിന്റെ മുകളിലെ വാക്യം 53-ാമത്തെ വാക്യം, എന്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 ലെഗിയോനിലും അധികം ദൂതന്മാരെ എന്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചുകൂടാ എന്ന് തോന്നുന്നുവോ? അങ്ങനെ എനിക്ക് അപേക്ഷിക്കാൻ കഴിയുമായിരുന്നു. അതായത് എനിക്ക് സംഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ മാറിപ്പോകാൻ എനിക്ക് അപേക്ഷിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ അങ്ങനെ അപേക്ഷിച്ചാൽ ഇങ്ങനെ സംഭവിക്കണം എന്നുള്ള കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കും? നമ്മുടെ രോഗങ്ങൾ മാറാൻ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ മാറാൻ പ്രാർത്ഥിക്കരുതെന്ന അർത്ഥത്തിലല്ല ഇത് പറയുന്നത്. നമുക്ക് അറിയാത്ത, നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അത് നമുക്ക് സംഭവിക്കത്തില്ല എന്നാണ് നമ്മുടെ മനസ്സ് നമ്മെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നെങ്കിൽ നമ്മൾ വലിയ പ്രശ്നത്തിൽ പെട്ടുപോകും, വലിയ തകർച്ചയിൽ പെട്ടുപോകും. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, സാധാരണ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെയും സംഭവിക്കാം. 23-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്: മരണ നിഴലിൻ താഴ്വരയിൽ കൂടെ നടന്നാലും എനിക്ക് ഒരു അനർത്ഥവും സംഭവിക്കുകയില്ല. അങ്ങനെയല്ല വാക്യം. മരണ നിഴലിൻ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥത്തെക്കുറിച്ചും ഭയപ്പെടുകയില്ല. അനർത്ഥങ്ങൾ ഉണ്ടാകാം, പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് ഭയപ്പാടില്ല. കാര്യം, എൻ്റെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള ബോധ്യം. നമ്മൾ വായിച്ച ആ വാക്യത്തിൽ ഈ ശിഷ്യന്മാർ തങ്ങൾക്കുണ്ടായ ഒരു പ്രശ്നത്തിൽ പറഞ്ഞ പ്രതികരണത്തിൽ പറയുന്ന ഒരു ചോദ്യം അതിങ്ങനെയാണ്: നാഥ, 24-ാമത്തെ വാക്യം, നാഥ നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു. എന്നാൽ ആ വാക്യം മത്തായി സുവിശേഷത്തിൽ ഇങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത്. അതേ സംഭവം തന്നെ മത്തായി പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അപ്പൊ ഇവരുടെ ബോധ്യം എന്തായിരുന്നു? ഞങ്ങൾ നശിച്ചു പോകാൻ വേണ്ടി കരുതുന്ന ഒരു ദൈവം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ബോധ്യങ്ങൾ, യഥാർത്ഥ ബോധ്യങ്ങൾ, അത് പുറത്തു വരുന്ന ചില സന്ദർഭങ്ങൾ വളരെ വളരെ പരിമിതമായിരിക്കും. ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകത്തില്ല. ഞാൻ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്: എനിക്ക് എല്ലാ ഞായറാഴ്ചയും പ്രസംഗിക്കാം, പക്ഷെ പ്രസംഗിക്കുന്ന കാര്യം പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സന്ദർഭം എപ്പോഴും ഉണ്ടാകത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പരിശോധിച്ച്, നമ്മൾ ആരും പൊതുവെ ഫിനാൻഷ്യൽ ക്രൈസിസിൽ കൂടെ പോകുന്നവരല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ. പിന്നെ ആകെയുള്ള ഫിനാൻഷ്യൽ ക്രൈസിസ് എന്ന് പറയുന്നത് 1.5 കോടിയുടെ വീട് വാങ്ങിക്കണം, കയ്യിൽ 1.25 കോടിയേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ. ഈ 1.5 കോടിയുടെ വീട് വാങ്ങിക്കാൻ ആര് പറഞ്ഞു എന്നുള്ള ചോദ്യം വേറെ കിടക്കുന്നു. എന്നാൽ ജീവിതത്തിൽ ചില സന്ദർഭങ്ങൾ കടന്നു വരാം. യഥാർത്ഥത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, യഥാർത്ഥത്തിലുള്ള ചില പ്രശ്നങ്ങൾ. ആ സന്ദർഭത്തിലാണോ അകത്തുള്ളത് പുറത്തു വരുന്നത്? അങ്ങനെ പുറത്തു വരാൻ വേണ്ടി ചില സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടായേ പറ്റൂ. അതൊരു രോഗമാകാം, അതൊരു കടബാധ്യതയാകാം, അതൊരു ആക്സിഡന്റ് ആകാം, അത് കുടുംബത്തിലെ ഒരു പ്രയാസകര ഒരു മരണം പോലും ആകാം. എല്ലാം സംഭവിക്കാം. എന്നാൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഈ ഉള്ളിലുള്ളത് യഥാർത്ഥത്തിൽ എന്താണെന്ന് പുറത്തു വരുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചൊരു പാഠം, മനസ്സിലാക്കിയൊരു പാഠം, ദൈവത്തിന് നമ്മെ പഠിപ്പിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള പാഠമാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്യരുത് എന്ന് പഠിപ്പിക്കുന്ന പാഠമാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഏറ്റവും കഠിനമായ പാഠം എന്ന് പറയുന്നത് നമ്മുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് നമ്മെ കാണിച്ചു തരുമ്പോൾ അത് വിശ്വസിക്കുക എന്നുള്ള പാഠം. നിങ്ങളോ ഞാനോ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്ന് ദൈവം കാണിച്ചു തരുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള പാഠമാണ് ഏറ്റവും കഠിനമായ പാഠം. ഈ അടുത്ത് ഒരു പന്നിയുടെ ഹൃദയം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ വെച്ച് പിടിപ്പിച്ചു, അത് വിജയിച്ചു. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ വായിച്ചത് എങ്ങനെയാണ്: ഇതിനു മുൻപും ഇതേ പരീക്ഷണം അവർ നടത്തിയതാണ്. പക്ഷെ അന്ന് ശരീരം ആ ഹൃദയം റിജക്റ്റ് ചെയ്തു.
അപ്പൊ അതിന്റെ കാരണം അവർ കണ്ടുപിടിച്ചു. അങ്ങനെ ഈ പന്നിയുടെ ഹൃദയത്തിലുള്ള 4 കാര്യങ്ങൾ, അതായത് ഈ മനുഷ്യ ശരീരം റിജക്റ്റ് ചെയ്യുന്ന 4 കാര്യങ്ങൾ ആ പന്നിയുടെ ഹൃദയത്തിൽ നിന്ന് കണ്ടെത്തി അതിനെ പരിഹരിച്ച ശേഷമാണ് ഈ പ്രാവശ്യം അത് പിടിപ്പിച്ചത്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഒരു പ്രത്യേകത, നമ്മുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്തതിനെ റിജക്റ്റ് ചെയ്യും, അതിനെ തള്ളിക്കളയും, ഈ ഫോറിൻ ബോഡിയെ തള്ളിക്കളയും. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ അല്ല നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് ദൈവം കാണിച്ചു തരുമ്പോൾ അതിനെ റിജക്റ്റ് ചെയ്യാനുള്ള സ്വഭാവം നമുക്കുണ്ട്. അതുകൊണ്ടാണ് ദൈവം ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ ഉപയോഗിച്ച് അതിലൂടെ ദൈവം കാണിച്ചു തരുന്നത്. കൂടുതൽ വിശുദ്ധിയിലും കൂടുതൽ ഭക്തിയിലും ജീവിക്കുമ്പോഴല്ല ദൈവത്തിന്റെ ആഴമേറിയ പാഠങ്ങൾ പഠിക്കുന്നത്, പരാജയങ്ങളുടെ സമയത്താണ് ആഴമേറിയ പാഠങ്ങൾ പഠിക്കുന്നത്. ഞാൻ ഈ ഭക്തി വിശുദ്ധി എന്നൊക്കെ പറഞ്ഞത് നമ്മുടേതായ ഇന്റർപ്രിട്ടേഷൻ, നമ്മുടേതായ തോന്നൽ. ഇവിടെ ഇവരുടെ ജീവിതത്തിൽ കാറ്റടിച്ച് കാര്യങ്ങൾ കൈവിടുന്നു എന്ന് തോന്നിയ സമയത്ത് അവരുടെ ഉള്ളിലുള്ളത് പുറത്തു വന്നു. എന്താ പുറത്തു വന്നത്? കർത്താവെ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഇപ്പൊ ഇന്ന് പാടിയ പാട്ടുകൾ, അല്ലെങ്കിൽ കഴിഞ്ഞ ഞായറാഴ്ച പാടിയ പാട്ടുകൾ നമ്മളെല്ലാം ഉത്സാഹത്തോടെ പാടി കാണും. കർത്താവിനെ കരുതുന്നവൻ, കർത്താവിനെ കൈവിടാത്തവൻ, കർത്താവിനെ സഹായിക്കുന്നവൻ. അപ്പൊ ഈ പാടുന്ന പാട്ടുകളാണ് എൻ്റെ ബോധ്യം നമ്മൾ ചിന്തിക്കുകയാണ്. എന്നാൽ ഈ പാട്ട് കഴിഞ്ഞ് അടുത്ത ആഴ്ച ദൈവം കൈവിട്ടോ എന്ന് തോന്നുന്ന ഒരു കാറ്റോ ഒരു പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ ആദ്യം ഉള്ളിൽ ഉയരുന്ന ചോദ്യം ഇതാണ്: ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അപ്പൊ കഴിഞ്ഞ ആഴ്ച പാടിയ പാട്ടോ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പ്രസ്താവനയോ യഥാർത്ഥത്തിലുള്ള കാര്യം ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് ദൈവം പുറത്തു കൊണ്ടുവരികയാണ്. ഇയ്യോബിന്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം. നമുക്ക് ഇയ്യോബിന്റെ ജീവിതം അറിയാം. ഇയ്യോബിന്റെ പുസ്തകത്തിലെ 42 അധ്യായങ്ങളിൽ വലിയ വായനയ്ക്ക് നമ്മൾ തയ്യാറാകുന്ന കുറച്ച് അധ്യായങ്ങളേ ഉള്ളൂ. അതായത് ഇയ്യോബിന്റെ പുസ്തകത്തിലെ ആദ്യത്തെ 1, 2, 3 അധ്യായങ്ങൾ, അതുപോലെ ഇയ്യോബിന്റെ പുസ്തകത്തിലെ അവസാനത്തെ 1, 2 അധ്യായങ്ങൾ. ബാക്കിയൊക്കെ ഇവര് തമ്മിലുള്ള അടിയാണ്. ഇയ്യോബും ഇയ്യോബിന്റെ സ്നേഹിതന്മാരും തമ്മിലുള്ള വാഗ്വാദങ്ങളാണ്. അതെല്ലാം കഴിഞ്ഞു, നീണ്ട കുറെ സമയങ്ങൾ കഴിഞ്ഞു, അധ്യായങ്ങൾ കഴിഞ്ഞു. എന്നിട്ട് 42-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. അതിന് ഇയ്യോബ് യഹോവയുടെ ഉത്തരം പറഞ്ഞത്: നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്നവനാണ്. അങ്ങനെ എനിക്കറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. അപ്പൊ ഇയ്യോബ് പറയുകയാണ്, ഞാൻ തിരിച്ചറിവില്ലാതെ പറഞ്ഞുപോയ പല വാക്കുകളുണ്ട്. എപ്പോഴായിരുന്നു? ഇയ്യോബിന്റെ ജീവിതത്തിൽ വളരെ കാഠിന്യമേറിയ, ഒരു പക്ഷേ നമ്മൾ ആരും തന്നെ അഭിമുഖീകരിക്കാത്ത ചില പ്രശ്നങ്ങൾ, തുടർച്ചയായുള്ള നഷ്ടങ്ങൾ, തുടർച്ചയായിട്ടുള്ള കുടുംബത്തിലെ മരണങ്ങൾ, തുടർച്ചയായിട്ടുള്ള ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ, അങ്ങനെ ഒരു മനുഷ്യന് എന്തെല്ലാം ദാരുണമായ സംഭവങ്ങൾ സംഭവിക്കാമോ അതൊക്കെ സംഭവിച്ച സമയത്ത് ഇയ്യോബ് പറയുകയാണ്, ഞാന് തിരിച്ചറിവില്ലാതെ പറഞ്ഞുപോയി, അല്ലെങ്കിൽ അറിവോടുകൂടെ പറയേണ്ടത് പറയാതെ പോയി. തൻ്റെ ഉള്ളിലുള്ളതൊക്കെ പുറത്തു വന്നു. ഓർക്കണം, ഇയ്യോബ് എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യൻ, ഒരുപക്ഷെ ഇയ്യോബിന്റെ ജീവിതവുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനും പോലും പറ്റാത്ത അവസ്ഥയിലൊക്കെയാണ് നമ്മളൊക്കെ. എന്നാൽ പോലും ആ മനുഷ്യന്റെ അവസ്ഥ ഇതാണ്. അങ്ങനെ തനിക്ക് തൻ്റെ ഉള്ളിലുള്ളതൊക്കെയും പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ദൈവം തന്നോട് പ്രതികരിക്കുന്നു. എന്താണ് ദൈവം പ്രതികരിക്കുന്ന മുമ്പ് താൻ പറയുകയാണ്, ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. നൗ ഐ റിപ്പന്റ്. എന്റെ യഥാർത്ഥ അവസ്ഥയോർത്ത് ഞാൻ റിപ്പന്റ് ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം കടത്തിവിടുന്ന പാതയിൽ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഒരു അനുതാപം ഉണ്ടാകാനാണ് ദൈവം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൊണ്ടുവരുന്നത്. അങ്ങനെ അനുതപിച്ച് കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ചില പ്രതികരണങ്ങൾ നമ്മൾ വായിക്കുന്നു. നമുക്കതിന്റെ 7-8 വാക്യങ്ങൾ വായിക്കാം. യഹോവ ഈ വചനങ്ങളെ ഇയ്യോബിനോട് അരുളി ചെയ്ത ശേഷം യഹോവ തേമാന്യനായ എലീഫസിനോട് അരുളി ചെയ്തത്:
നിന്നോടും നിന്റെ 2 സ്നേഹിതന്മാരോടും എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു. എന്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല. ആകയാൽ നിങ്ങൾ 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും എന്റെ ദാസനായ ഇയ്യോബിന്റെ അടുക്കൽ കൊണ്ടുചെന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം കഴിക്കുവിൻ. എന്റെ ദാസനായ ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അവന്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും. എന്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ലല്ലോ. ഇവിടെ ഇയ്യോബിന്റെ സ്നേഹിതന്മാരോട് പറയുകയാണ്, ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യും. എപ്പോൾ? അവസാനത്തെ ഇയ്യോബിന്റെ തിരിച്ചറിവുകൾക്ക് ശേഷം, തിരിച്ചറിവിൽ നിന്നുണ്ടായ അനുതാപത്തിന് ശേഷം, ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ അടിസ്ഥാനപരമായ സ്വഭാവ സവിശേഷത ഒരു മധ്യസ്ഥ പ്രാർത്ഥനക്കാരന് വേണ്ടതാണ് നമ്മളിവിടെ കാണുന്നത്. തൻ്റെ ജീവിതത്തെ തിരിച്ചറിയാനും ആ തിരിച്ചറിവിൽ നിന്ന് അനുതാപം ഉണ്ടാകുവാനും കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് മറ്റൊരാൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കാൻ കഴിയുള്ളൂ. വേദപുസ്തകത്തിൽ നമ്മൾ ഈ മധ്യസ്ഥ പ്രാർത്ഥനകൾ വിശദമായി കാണുന്നത് പഴയ നിയമത്തിലാണ്. പുതിയ നിയമത്തിൽ കാണുന്നുണ്ട് യേശുവിന്റെ മധ്യസ്ഥ പ്രാർത്ഥന, പൗലോസ് പ്രാർത്ഥിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ ആ സംഭവങ്ങൾക്ക്, അവർ പ്രാർത്ഥിക്കുന്ന സംഭവങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടല്ല, അവരുടെ ആ സന്ദേശത്തിനാണ് പ്രാധാന്യം കൊടുത്തേക്കുന്നത്. എന്നാൽ പഴയ നിയമത്തിൽ ആ സംഭവം വിശദമായിട്ട് പറയുന്നുണ്ട്. നെഹമ്യാവിന്റെ പ്രാർത്ഥന ആയിക്കൊള്ളട്ടെ, ദാനിയേലിന്റെ മധ്യസ്ഥ പ്രാർത്ഥന ആയിക്കൊള്ളട്ടെ, അവരൊക്കെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുൻപ് അവരുടെ അവസ്ഥകൾ കണ്ടിട്ട് അതിനെക്കുറിച്ച് ദൈവത്തോട് ഏറ്റുപറയുന്നു. അപ്പൊ ഈ തിരിച്ചറിവ് മധ്യസ്ഥ പ്രാർത്ഥനക്കാരന് ആവശ്യമാണ്. മധ്യസ്ഥ പ്രാർത്ഥനക്കാർ വളരെ ചുരുക്കമാണ്. നമ്മുടെ ചുറ്റും ഒരുപാട് മധ്യസ്ഥ പ്രാർത്ഥനകൾ എന്ന പേരിൽ പലതും കാണുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിലുള്ള മധ്യസ്ഥ പ്രാർത്ഥനകൾ വളരെ കുറവാണ്, അല്ലെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥനക്കാർ കുറവാണ്. കാരണം എന്താണ്? യഥാർത്ഥത്തിലുള്ള മധ്യസ്ഥ പ്രാർത്ഥനക്കാരന്റെ ജീവിതം എപ്പോഴും ഒരു ഹൃദയനുറുക്കമുള്ളതാണ്. അവന്റെ അവസ്ഥ കാണുന്നു, ആ അവസ്ഥ മനസ്സിലാക്കി ദൈവത്തോട് അനുതപിക്കുന്നു. അങ്ങനെയുള്ള ഒരു അനുതാപമുള്ള ഒരു വ്യക്തിയാണ് ദൈവം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങളൊന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ നിങ്ങളുടെ ജീവിതം പരിശോധിക്കാൻ ആവശ്യപ്പെട്ടത് ദൈവം എന്നെ കടത്തിക്കൊണ്ടുപോകുന്ന സാഹചര്യം ആയതുകൊണ്ട്, ഞാൻ എന്നെ കാണുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ജീവിതം നിങ്ങളൊന്ന് പരിശോധിക്കുക. എന്താ പരിശോധിക്കേണ്ടത്? ജീവിതത്തിൽ ഇതുപോലെ കാറ്റുകൾ അടിച്ച സന്ദർഭത്തിൽ എങ്ങനെയായിരുന്നു നിങ്ങൾ പ്രതികരിച്ചത്? പ്രതികരിച്ചപ്പോൾ അത് പരാജയമാണെങ്കിൽ പിന്മാറിപ്പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല ഞാനീ പറയുന്നത്. പ്രതികരിച്ചപ്പോൾ പരാജയമായിരുന്നെങ്കിൽ അതിലൂടെ നമ്മെ മനസ്സിലാക്കാൻ നാം തയ്യാറാകണം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതായി ഞാൻ മനസ്സിലാക്കിയത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ താഴ്മയാണ്. മറ്റ് പല സ്വഭാവ സവിശേഷതകളും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അത്ര ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് തോന്നില്ല. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കാര്യങ്ങളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റു പല കാര്യം. പക്ഷെ താഴ്മയുടെ കാര്യത്തിൽ കഠിനമാണ്. കാഠിന്യം ദൈവം അനുഭവിക്കുന്നു ഈ കാര്യത്തോട് ബന്ധത്തിൽ. യഥാർത്ഥത്തിലുള്ള താഴ്മ എന്ന് പറയുന്നത് എന്നെ ഞാൻ തിരിച്ചറിയലാണ്. ഒരു പക്ഷേ എൻ്റെ പ്രസംഗത്തിലോ എൻ്റെ സംസാരത്തിലോ ഇടപെടലുകളിലോ ഒക്കെ ഞാൻ എന്നെ തിരിച്ചറിയുന്നു എന്ന് ഞാൻ പറയുന്നെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഞാൻ എന്നെ തിരിച്ചറിയുന്നില്ല. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ എപ്പോഴും നമ്മൾ ശരിയാണ്. ഒരുപക്ഷെ വാക്കിൽ പറയുന്നില്ലായിരിക്കാം, എന്നാൽ നമ്മൾ ശരിയാണ്, ഭർത്താവ് ശരിയാണ്, ഭാര്യ ശരിയാണ്. ഈ ഇടയായിട്ട് ദൈവം എന്നെ തിരിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എൻ്റെ മകളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ്. എൻ്റെ മക്കൾ എന്ന് പറയാൻ മൂത്തവളില്ലല്ലോ, ഇളയ മകള്. അവളുടെ പല കാര്യങ്ങളും തെറ്റാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ പറയാറുണ്ട്. പക്ഷേ ദൈവം ഈ ദിവസങ്ങളിൽ എന്നോട് കാണിച്ചിരുന്നൊരു കാര്യം, എൻ്റെ അവളുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ എവിടെയൊക്കെ എന്നിൽ കുറ്റമുണ്ടോ അത് തിരുത്താൻ ഞാൻ തയ്യാറായിട്ടില്ല. ഒരു പിതാവ് എന്ന നിലയിൽ
എനിക്ക് വളരെ എളുപ്പമാണ്. എന്തെളുപ്പമാണ്? അവളെ കുറ്റപ്പെടുത്താൻ. നമ്മുടെ ജീവിതത്തെ കാണുക, ജീവിതത്തെ അറിയുക. എന്തിനാണ് ഇതുപോലുള്ള സന്ദർഭങ്ങൾ ജീവിതത്തിൽ ദൈവം ഉണ്ടാക്കുന്നത്? അതൊന്നും എപ്പോഴും ഉണ്ടാകത്തില്ല. എന്നെ തിരിച്ചറിയാൻ, എന്നെ മനസ്സിലാക്കിക്കാൻ. ആ മനസ്സിലാക്കൽ നിന്നാണ് അനുതാപം ഉണ്ടാകുന്നത്. ആ അനുതാപം ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മധ്യസ്ഥത അണയ്ക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടാകുന്നുള്ളൂ. നമ്മൾ വായിച്ച ആ വേദഭാഗത്തിൽ അവരുടെ പ്രതികരണം, ഒരു മരണത്തെ അഭിമുഖീകരിച്ചപ്പോൾ, അവർക്ക് മരിക്കുമെന്ന് തോന്നിയപ്പോൾ അവർ പറയുന്ന വാക്കുകൾ, നാഥ നാഥ ഞങ്ങൾ നശിച്ചു പോകും. അപ്പൊ കർത്താവ് അവരോട് ചോദിക്കുന്നു, നിങ്ങളുടെ വിശ്വാസം എവിടെ? അവർക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് അവരങ്ങനെ പെരുമാറിയത്. എന്നാൽ അതിനിടയിൽ ഒരു സംഭവം, ഒരു കാര്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് കാറ്റിനെയും വെള്ളത്തിന്റെ ക്ഷോഭത്തെയും ശാസിച്ചു. അവ അമർന്നു, ശാന്തത ഉണ്ടായി. നമ്മള് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുന്നത് നമുക്ക് മുൻപിലുണ്ടായ പ്രതിസന്ധിയെ ദൈവം എങ്ങനെ മാറ്റി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. എനിക്കൊരു ക്യാൻസർ രോഗം വന്നു, പലരും മരിച്ചു, പക്ഷെ ഞാൻ മരിച്ചില്ല. അപ്പൊ സാധാരണ പറയുന്നത് എന്താണ്? ആ ബിജു ബ്രദറിന്റെ വിശ്വാസം. എന്നാൽ എന്റെ വിശ്വാസം കൊണ്ട് ആകണമെന്നില്ല എപ്പോഴും എനിക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇവിടെ ഈ കടലിലെ കാറ്റിനെ ശാസിച്ചതും അതിനെ അടക്കിയതും ശിഷ്യന്മാരുടെ വിശ്വാസം കൊണ്ടാണോ? അല്ല, വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നത്? നമ്മൾ പലപ്പോഴും അതിന് വിലയിരുത്തുന്ന മാർക്കിടുന്നത് എന്റെ വിശ്വാസം കൊണ്ടാണ്, എന്റെ ഭക്തി കൊണ്ടാണ് എനിക്കത് സംഭവിക്കാതിരുന്നത്. അതിൽ നിന്ന് രഹസ്യമായി കുറെ അഹങ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും കൊറോണ വന്നു, എനിക്ക് മാത്രം വന്നില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല എന്നുള്ള വാക്യം എന്റെ ജീവിതത്തിൽ മാത്രം ദൈവം പാലിച്ചു തന്നു. കൊറോണ വന്ന് ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും എത്രയോ ദൈവമക്കൾ, ദൈവദാസന്മാർ ഈ ലോകം വിട്ടുപോയി. അപ്പൊ ഞാൻ മാത്രം പോയില്ല. എന്താ കാര്യം? എന്റെ ഭക്തിയും എന്റെ സമർപ്പണവും എന്റെ വിശ്വാസം. ഇതാണ് നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ. എന്നാൽ ഈ സംഭവത്തിൽ നമ്മൾ കാണുന്നത് അവരുടെ വിശ്വാസം കൊണ്ടല്ല, കർത്താവ് കാറ്റിനെ അടക്കിയത്, ശാന്തത ഉണ്ടാക്കിയത് അവരുടെ അവിശ്വാസം കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിച്ച അനുകൂലമായ കാര്യങ്ങളെ വെച്ച് നമ്മുടെ ജീവിതത്തെ വിലയിരുത്തരുത്. കൊച്ചിന് ഒരു നല്ല വിജയമുണ്ടായി, ഞാൻ ഭക്തൻ, എനിക്ക് പണം ലഭിച്ചു, കാരണം ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത് കൊണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും എൻ്റെ ഭക്തിയോടും ബന്ധത്തിലും ദൈവത്തോടുള്ള അനുസരണത്തോടുള്ള ബന്ധത്തിലും ഞാൻ വിലയിരുത്തിയാൽ യോബ് പറഞ്ഞ പോലെ ആവും. എന്താണ്? അറിവ് കൂടാതെ ആലോചനയെ മറച്ചു വെക്കുന്നവനാര്? എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് അത്ഭുതമേറിയ കാര്യങ്ങളെ കുറിച്ച് ഞാൻ തിരിച്ചറിവില്ലാതെ പറഞ്ഞു പോയി. കാറ്റടിച്ചപ്പോൾ ഇവരുടെ പ്രതികരണം ഒന്ന് ശ്രദ്ധിക്കുക, ഞങ്ങൾ നശിച്ചു പോകും. എനിക്ക് രസകരമായി തോന്നിയൊരു കാര്യം, ആ പടകിൽ ആരുണ്ട്? യേശുവുണ്ട്. ജീവന്റെ നാഥനായ കർത്താവ് ആ പടകിലുണ്ട്. വഞ്ചി മുങ്ങിയാൽ ആരും കൂടി മുങ്ങും? കർത്താവും കൂടി മുങ്ങും. അപ്പൊ ഈ കർത്താവിനെ കുറിച്ച് ശരിയായൊരു ധാരണ അവർക്കുണ്ടെന്ന് ചിന്തിക്കും. അതായത് സ്വന്തം ജീവൻ കൊടുത്ത് നമ്മെ രക്ഷിക്കാൻ വന്ന ആളാണ് എന്നുള്ള യഥാർത്ഥമായ വിശ്വാസം അവർക്കൊണ്ടെന്ന് ചിന്തിക്കും. സ്വന്തം ജീവൻ കൊടുക്കാൻ തയ്യാറായ ഒരാൾ. പിന്നെ അവര് ഈ പ്രതികരണം അവർ പറയുമായിരുന്നു. അവരുടെ ബോധ്യം എന്താണ്? സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ വഞ്ചി മുങ്ങിയാൽ എങ്ങനെയെങ്കിലും നീന്തി കരപറ്റി സ്വന്തം ജീവൻ രക്ഷിക്കാൻ മറ്റുള്ളവർ ശ്രമിക്കുന്നത് പോലെ ശ്രമിക്കുന്ന ആളാണ് യേശു എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് അവർ ഈ പറയുന്നത്, ഞങ്ങൾ നശിച്ചു പോകും. ഞങ്ങൾ നശിച്ചു പോയാലും നീ ഒരുപക്ഷെ രക്ഷപ്പെടുമായിരിക്കും, നിനക്ക് വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കാനൊക്കെ പറ്റും, ഞങ്ങൾക്ക് പറ്റത്തില്ല. യേശു അവരോട് ചോദിക്കുന്നു, നിങ്ങളുടെ വിശ്വാസം എവിടെ? പ്രിയ ദൈവമക്കളെ, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ഞാൻ എന്ന് രക്ഷിക്കപ്പെട്ടോ അന്ന് മുതൽ കർത്താവിലുള്ള വിശ്വാസത്തിൽ വളർത്താൻ ദൈവം എന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ടാണ് കർത്താവ് ചോദിച്ചത്, നിങ്ങളുടെ വിശ്വാസം എന്തിയേ? യഥാർത്ഥ വിശ്വാസം കയ്യിലുണ്ടോ? എല്ലാം അനുകൂലമായ സമയത്ത് നിങ്ങൾ പറഞ്ഞ വിശ്വാസം അത് യഥാർത്ഥ വിശ്വാസമല്ലെന്ന് ഇപ്പൊ തെളിഞ്ഞില്ലേ? ഇന്നലത്തെ വിശ്വാസം പോരാ ഇന്നത്തെ വിശ്വാസം. കർത്താവ് എന്നെ വിശ്വാസത്തിൽ വളർത്താൻ ആഗ്രഹിക്കുന്നു. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. എല്ലാ ഞായറാഴ്ചയും ചർച്ച് സർവീസിൽ പങ്കെടുക്കുക, മറ്റ് സ്പിരിച്വൽ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുക. ഇതൊന്നും കൊണ്ട് നമ്മുടെ വിശ്വാസം അളക്കാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കരുത്. മറ്റുള്ളവർ അളക്കുമായിരിക്കും, മറ്റുള്ളവർ പറയുമായിരിക്കും, എൽഡേഴ്സ് പറയുമായിരിക്കും അവന് നല്ല വിശ്വാസമാണ്. ചില ആളുകൾ അവരുടെ മക്കളെ കുറിച്ച് പറയുന്ന പോലെ അവർ വളരെ ആത്മീയനാണ്. അപ്പൊ നമ്മൾ ചോദിക്കും, എന്താ അവൻ ആത്മീയം എന്ന് പറയാൻ കാര്യം? അവൻ എല്ലാ യൂത്ത് മീറ്റിങ്ങിലും കൃത്യമായിട്ട് പങ്കെടുക്കും. യൂത്ത് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന കാര്യം കൊണ്ടാണ് ആത്മീയത അളക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സ്പിരിച്വൽ പ്രോഗ്രാമുകൾ കൊണ്ട് നമ്മൾ ഒരുപക്ഷെ നമ്മുടെ വിശ്വാസം അളക്കാം. ഇല്ല, വിശ്വാസം അളക്കുന്നത് തീച്ചൂളയിലാണ്. യഥാർത്ഥ വിശ്വാസം അളക്കുന്നത് തീച്ചൂളയിലാണ്. അബ്രഹാമിന്റെ വിശ്വാസം ദൈവം അതുകൊണ്ടാണ് അളന്നത്. യഥാർത്ഥമായ അളക്കുന്ന ആ തീച്ചൂളയിലേക്ക് അബ്രഹാമിനെ കൊണ്ടുവന്നത്. സ്വന്തം മകനെ യാഗം കഴിക്കാൻ ആവശ്യപ്പെട്ടു. അത് തെളിയിച്ചപ്പോൾ ദൈവത്തിന് അറിയാത്തത് കൊണ്ടല്ല, ദൈവത്തിന് അറിയാമെങ്കിൽ പോലും അത് ജീവിതത്തിൽ പ്രവൃത്തിയിലൂടെ ദൈവം തെളിയിക്കുന്നു. ഒരു അധ്യാപകന് തൻ്റെ വിദ്യാർത്ഥി നന്നായിട്ട് പഠിക്കുമെന്നും പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടുമെന്ന് അറിയാമെങ്കിൽ പോലും ആ അറിവ് പോരാ, അവൻ പരീക്ഷ എഴുതണം. അധ്യാപകൻ പ്രതീക്ഷിച്ചത് പോലെ തന്നെ അവൻ പരീക്ഷ എഴുതി, അവന് ഫസ്റ്റ് ക്ലാസ് കിട്ടി. അതുപോലെ തന്നെ ദൈവത്തിന് അറിയാം, എങ്കിലും ദൈവം ആ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. അബ്രഹാം അവിടെ അത് തെളിയിച്ചു. പ്രിയ ദൈവമക്കളെ, നമ്മെ നാം നന്നായി കാണണം. അതിനാണ് ദൈവം വെളിച്ചം അടിച്ചു തരുന്നത്. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വെളിച്ചം അടിച്ചു തരും. പക്ഷെ ഞാൻ കാണാൻ തയ്യാറാകണം. അതിന് ദൈവം ഉപയോഗിക്കുന്ന ചില മാധ്യമങ്ങളാണ് ജീവിതത്തിൽ വരുന്ന കൊടുങ്കാറ്റുകൾ, വഞ്ചി മുങ്ങുമെന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ. അവിടെ നമ്മുടെ പ്രതികരണം എന്തായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കൊക്കെ നമ്മെക്കുറിച്ച് അഹങ്കാരം നിറഞ്ഞ ചില ഭാവനകളോ പ്രതീക്ഷകളോ ആഗ്രഹങ്ങളോ ഒക്കെ ഉണ്ട്. പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മെ കടത്തിവിടുന്ന ഈ സാഹചര്യങ്ങളിൽ ഒരു പാഠം ആഴത്തിൽ നമ്മുടെ ഉള്ളിൽ പതിയേണ്ടത് ഇവര് പറഞ്ഞ വാക്കാണ്. എന്താണ്? ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ആ ചോദ്യത്തിന് മുൻപിൽ ദൈവത്തിന് എപ്പോഴും പറയാനുള്ള, കാണിക്കാനുള്ള ഉത്തരം ക്രൂശാണ്. സ്വർഗത്തിലുള്ള സകല മഹിമകളും സ്ഥാനങ്ങളും അധികാരങ്ങളും സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ വിട്ടിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവ് തെളിയിച്ചു, ഞാൻ നശിച്ചു പോകുന്നതിൽ ദൈവത്തിന് വിചാരമുണ്ട്. യോഹന്നാൻ 3:16 നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ പഠിച്ച വാക്യമാണ്. ഒരാൾ പോലും നശിച്ചു പോകാതിരിക്കേണ്ടതിന്, നിങ്ങൾ നശിക്കുന്നതിൽ, ഞാൻ നശിച്ചു പോകുന്നതിൽ ദൈവത്തിന് കരുതലുണ്ട്. ഞാനിവിടെ നാശമെന്ന് പറയുന്നത് രണ്ടർത്ഥത്തിലുമാണ്. ഒന്ന്, എൻ്റെ ആത്മാവ് നശിക്കുന്നതിൽ. രണ്ട്, എൻ്റെ ജീവിതം, ഈ ലോകത്തിലുള്ള യാത്രയിൽ എനിക്ക് ഉണ്ടാകുന്ന അനർത്ഥങ്ങൾ. ദൈവത്തിന് കരുതലുണ്ട്. എന്ത് സംഭവിക്കും അല്ലെങ്കിൽ സംഭവിക്കത്തില്ലേ എന്നുള്ള ധാരണകളല്ല നമുക്ക് ആവശ്യം. നമുക്കാവശ്യം വിശ്വാസമാണ്. എന്ത് വിശ്വാസം? കരുതുന്നവൻ നീയല്ലയോ, കരുതുന്നവൻ നീയല്ലയോ എന്ന് നമ്മൾ പാടുന്നത് അഡ്വാൻസ് ആയിട്ട് പാടി വെക്കുകയാണ്. അതായത് ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്നത് പോലെ ഒക്കെ സംഭവിക്കണേ എന്നിട്ട് പറയുകയാണ് അഡ്വാൻസ് ആയിട്ട്, നീ കരുതുന്നവനല്ലേ. ആ അർത്ഥത്തിലല്ല. കരുതുന്നവൻ നീയല്ലയോ, പിന്നെ ഞാൻ ഫ്രീ ആണ്. കാറ്റടിക്കട്ടെ, ഒരു പക്ഷെ പടക് മുങ്ങട്ടെ, എന്നാലും ദൈവം കരുതുന്നവനാണ്. ആ കരുതലിന്റെ
ബഹിർസ്ഫുരണമാണ്, കരുതലിന്റെ പ്രതികരണമാണ് സംഭവിക്കുന്നതൊക്കെ. നമ്മുടെ ഉള്ളിൽ നിന്ന് എപ്പോഴും ഉയരാൻ ദൈവം ആഗ്രഹിക്കുന്ന ആരാധനയാണ്. ഒരു ഭാഗത്ത് ആരാധന ഉയരുന്നു, മറുഭാഗത്ത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നു. യാക്കോബ് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഒരേ ഉറവിൽ നിന്ന് മധുരമുള്ള വെള്ളവും കയ്പുള്ള വെള്ളവും വരുമോ? അങ്ങനെ വരരുത്, അങ്ങനെ സംഭവിക്കത്തില്ല. ഒരു ഭാഗത്ത് ദൈവത്തെ സ്തുതിച്ചും ദൈവത്തെ ആരാധിച്ചും നമ്മൾ കാര്യങ്ങൾ പറയുന്നു, മറുഭാഗത്ത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ, പറയേണ്ട സന്ദർഭങ്ങളിൽ നമ്മൾ പറയുന്നത് ഇങ്ങനെയുള്ള വാക്കുകളാണെങ്കിൽ, നമുക്കറിയാം ചില വലിയ മെഗാ ഷോ ഒക്കെ നടക്കുന്ന സമയത്ത് അവര് മാസങ്ങൾ, ഒരുപക്ഷെ വർഷങ്ങൾ അതിന് പിന്നിൽ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത മാസങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇത് പെർഫോം ചെയ്യാനുള്ള ഒരു സന്ദർഭത്തിൽ അവർ തെറ്റിച്ചാൽ അത് വളരെ ദുഃഖകരം. എന്തിനാണ് ഇങ്ങനെയുള്ള പരീക്ഷയ്ക്ക് മുൻപ് ദൈവം ഒരു നീണ്ട സമയം നമുക്ക് തരുന്നത്? നമുക്ക് പഠിക്കാൻ. എന്താ ഇപ്പൊ സ്റ്റഡി ലീവ് 1 മാസം 2 മാസം ഒക്കെ തന്നു. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസത്തിലും ഈ ആരാധനയിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയണം, വെറുതെ ഇരിക്കുമ്പോൾ പറയണം, ധ്യാനിക്കണം. എന്ത്? ദൈവം കരുതുന്നവനാണ്, ദൈവം കരുതുന്നവനാണ്. അങ്ങനെ ഞാൻ പ്രശ്നങ്ങളില്ലാത്ത സമയത്ത് പറഞ്ഞു ഉറപ്പിച്ച് ധ്യാനിച്ച് അത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കയറി അതെന്റെ വിശ്വാസമായി പരിണമിക്കുമ്പോൾ, ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ യേശുവിനോടുകൂടി യാത്ര ചെയ്യുമ്പോൾ കാറ്റുകൾ അടിച്ച് ഓളങ്ങൾ ഉയർന്ന് പടക് മുങ്ങുമെന്ന് തോന്നുന്ന സമയത്ത് അപ്പോഴും അവർ പാട്ടുപാടും. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ എന്നൊക്കെ ആ ഭക്തൻ പാടിയത് ഇമാജിനേഷനിലല്ല. അന്നത്തെ കാലത്തെ ഭക്തന്മാരൊക്കെ അനുഭവങ്ങളിൽ കൂടെ പോകുമ്പോഴാണ് എഴുതുന്നത്, ഇമാജിൻ ചെയ്തിട്ടല്ല. അനുഭവങ്ങളിൽ അവർ പാടി, സന്തോഷത്തോടെ പാടി, സന്തോഷത്തോടുകൂടെ അവർ ആരാധിച്ചു, തീയുടെ മധ്യത്തിൽ അവർ ആരാധിച്ചു. അതാണ് യഥാർത്ഥ ആരാധന. ഞാൻ ഇന്ന് രാവിലെ സ്തേഫാനോസിനെ കല്ലെറിയുന്ന സംഭവം വായിക്കുകയായിരുന്നു. സാധാരണ കോടതിയിൽ വളരെ കാര്യമായി പരിഗണിക്കുന്ന ഒരു പ്രസ്താവനയാണ് മരണമൊഴി. അതിന് പറയുന്നത്, ഒരു വ്യക്തി മരിക്കുന്ന സന്ദർഭത്തിൽ ആ സമയത്തോട് ബന്ധപ്പെട്ട് പറയുന്ന വാക്കുകളൊക്കെ യാഥാർത്ഥ്യമായിരിക്കും എന്നുള്ള ഒരു നിഗമനത്തിൽ നിന്നാണ് കോടതി മരണമൊഴിയെ ഗൗരവമായിട്ട് പരിഗണിക്കുന്നത്. സ്തേഫാനോസ് കല്ലേറുകൊണ്ട് മരണത്തെ അഭിമുഖീകരിക്കുന്ന സമയത്താണ് പറഞ്ഞത്, ദൈവമേ ഇവരുടെ പാപം ഇവർക്ക് നിർത്തരുതേ. ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ പലരോട് ക്ഷമിച്ചിട്ടുണ്ട്. എന്നെ ചീത്ത വിളിച്ചവരെ, എന്നെ ഉപദ്രവിച്ചവരോടൊക്കെ ഞാൻ വളരെ വിശാലമായി ക്ഷമിച്ചിട്ടുണ്ട്. എനിക്ക് എന്നെക്കുറിച്ച് വലിയ ധാരണയുണ്ട്. എന്താണെന്നറിയാമോ? വലിയ വിനയമുള്ളവൻ, കർത്താവിൻ്റെ സ്വഭാവമുള്ളവൻ എന്നൊക്കെ എനിക്ക് ധാരണ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഞാൻ ശാന്തമായി നിൽക്കുന്ന സമയത്ത് പറഞ്ഞ പ്രസ്താവനകളായതുകൊണ്ട് അതൊന്നും യാഥാർത്ഥ്യമാകണമെന്നില്ല. എന്നാൽ ഒരു ജീവിതത്തിൽ കഠിനമായ ഒരു സംഭവം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ പ്രസ്താവനകളൊക്കെ പലതും പിന്നീടാണ് ഞാൻ ചെയ്യുന്നത്. ആ കഠിനമായ തീയുടെ മധ്യത്തിൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു? സ്തേഫാനോസ് കല്ലേറുകൊണ്ട് വേദന കൊണ്ട് പൊളയുന്ന മരണത്തെ അഭിമുഖീകരിക്കുന്ന സമയത്ത് പറയുകയാണ്, ഇവരുടെ പാപം ഇവർക്ക് നിർത്തരുതേ. പ്രിയ ദൈവമക്കളെ, ഞാൻ ഊന്നൽ കൊടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, എന്തിനാണ് ദൈവം ഇതുപോലെയുള്ള ജീവിത ശോധനകൾ, കഠിനമായ പരീക്ഷകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്? നമ്മെ കാണിച്ചു തരാൻ, നമ്മുടെ അവസ്ഥ കാണിച്ചു തരാൻ. അത്ര എളുപ്പമല്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞ പോലെ നിങ്ങളെ കാണുക, നിങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ദൈവം കാണിച്ചു തരുന്നതിനനുസരിച്ച് പൂർണ്ണമായി ആ അറിവുകളെ സമ്മതിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പൊ ഞാൻ ഈ പറയുന്ന സന്ദേശം കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും അതുപോലെ സ്വാംശീകരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് സൗകര്യമുള്ളത് എടുക്കുന്നു, ഒരു പക്ഷെ നിങ്ങളെ തൊടുന്നത്, പൊള്ളിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ജീവിതത്തിലും
മറ്റുള്ളവരുടെ പ്രതികരണത്തിന് മുൻപിൽ ദൈവം എന്നെ പഠിപ്പിക്കുമ്പോൾ ഒക്കെ ഞാൻ ചെയ്യുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്.